ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാ താപസം പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭജഗോവിന്ദം ഇന്നേക്ക് 4-ാം ദിവസമാണ്. തുടരുകയാണ് നമ്മൾ. ഇന്നലെ വരെ 7 ശ്ലോകങ്ങളാണ് കണ്ടത്. 7 അല്ല 8. നമുക്ക് തുടർന്ന് കാണാം. ആദ്യത്തെ ഒരു 12 ശ്ലോകങ്ങൾ നമുക്ക് പാരായണം ചെയ്യാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്യകരണേ. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം. നളിനീദളഗത ജലമതിതരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ദിവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. യാവത് വിത്തോപാർജനസക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ. യാവത് പവനോ നിവസതി ഗേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ. ഗതവതി വായൗ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താസക്തഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ.
കാതേ കാന്താ കസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ കസ്യ ത്വം കഃ കുത ആയാതഃ തത്ത്വം ചിന്തയ തദിഹ ഭ്രാതഃ സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തിഃ വയസി ഗതേ കഃ കാമവികാരഃ ശുഷ്കേ നീരേ കഃ കാസാരഃ ക്ഷീണേ വിത്തേ കഃ പരിവാരഃ ജ്ഞാതേ തത്വേ കഃ സംസാരഃ മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലഃ സർവം മായാമയമിദമഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഃ തദൈന മുഞ്ചത്യാശാവായുഃ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി ഡുകൃഞ്ജകരണേ. ഹരി ഓം. ഇപ്പോൾ കഴിഞ്ഞ 8 ശ്ലോകങ്ങൾ ഒരുവിധം വിശദമായി തന്നെ നമ്മൾ കണ്ടു. ഇനിയും വരുന്ന ശ്ലോകങ്ങളും ഇതോട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു കൂടുതൽ എക്സ്പ്ലനേഷനുകൾ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും മുമ്പിലത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണാവുന്നതാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ കാണുക. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഭജഗോവിന്ദത്തിൽ ആദ്യത്തെ 8 ശ്ലോകങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ അവസാനം നമ്മൾ കണ്ടത് ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ അല്ലെങ്കിൽ തരുണീരക്തഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ. താവത് ബാലഃ അല്ലെങ്കിൽ യാവത് ബാലഃ താവത് ക്രീഡാസക്തഃ. എത്ര കാലം ബാല്യദശയിലിരിക്കുന്നുവോ അത്രയും കാലം കളിബുദ്ധിയാണ്, കളിപ്പാട്ടങ്ങളോടും കൂട്ടുകാരോടുമുള്ള ഭ്രമമാണ്. അതിൽ മാത്രം ആസക്തിയോടുകൂടെ അവനവൻ്റെ വിശപ്പോ ദാഹമോ ക്ഷീണമോ ഉറക്കമോ പോലും മറന്ന് അവനവൻ്റെ കർത്തവ്യങ്ങളായിട്ടുള്ള പഠിക്കാനുള്ള കാര്യത്തിൽ പോലും താല്പര്യമില്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ഇതെല്ലാം ചെയ്തുകൊണ്ട് ക്രീഡയിൽ പൂർണ്ണമായിട്ടും ആസക്തമായിട്ട് ചിന്തിക്കുന്നതൊക്കെ ഉറങ്ങുമ്പോഴും ഒക്കെ ചിന്ത കഴിഞ്ഞ കളികളെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെ കളിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ. ഇന്ന് കളിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉന്മാദം ഉണ്ടാവും, അതിനെക്കുറിച്ചിട്ടുള്ള സന്തോഷം ഉണ്ടാവും. ഇന്ന് കളിച്ച് തോറ്റിരുന്നെങ്കിൽ നാളെ ജയിക്കണം എന്നുള്ളതായിട്ടുള്ള തീരുമാനത്തോടു കൂടി അതിനുള്ള കാൽക്കുലേഷനുകളായിരിക്കും എപ്പോഴും. ഇന്ന് എന്തൊക്കെ കളിയിൽ നഷ്ടപ്പെട്ടു അതൊക്കെ നാളെ വീണ്ടെടുക്കണം, അതിനുള്ള ചിന്തയാണ് കുട്ടികളായിരിക്കുമ്പോൾ ഉണ്ടാവുക. അതുപോലെ കളിപ്പാട്ടങ്ങളോ അതിനുള്ള സാധനങ്ങളോ എപ്പോഴും കൂടെ സൂക്ഷിച്ചുകൊണ്ട് അതിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കും പല കുട്ടികളും ഉറങ്ങുക. ഉറക്കത്തിൽ പോലും ആ ചിന്തയാണ് എന്നർത്ഥം. കാണുന്നതൊക്കെ ആ കളിയോട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ കാണുക തന്നെ. അവരുടെ വിഷൻ അങ്ങനെ ആയിരിക്കും. എന്തിലും ഒരു കളിബുദ്ധി, അതായിരിക്കും കുട്ടികളുടെ പ്രായം. അപ്പോൾ ആ പ്രായത്തില് ജീവിതത്തെക്കുറിച്ചോ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചോ അവനവൻ്റെ എങ്ങനെയാണ് ജീവിതം കടന്നു പോകുന്നത്, അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ എന്താണ്, നമ്മളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവരെത്ര കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് സമ്പാദിക്കാനുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും ചിന്തിക്കില്ല കുട്ടികൾ. ആ ബാലപ്രായത്തിൽ അവരവരുടെ ഡിമാൻഡുകളേ ഉള്ളൂ. ഞങ്ങൾക്ക് കളിക്കാൻ ഇന്ന സാധനങ്ങൾ വേണം. അതിൽ ഇപ്പോഴത്തെ കളികളെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ഇൻഡോർ ഗെയിംസായി മാറിയിരിക്കുന്നത് അല്ലേ. പണ്ടൊക്കെ ഔട്ട്ഡോർ ഗെയിംസ് ആയിരുന്നു കൂടുതൽ. ഇന്ന് മുഴുവൻ എന്താ പറയുക, മൊബൈലുകളിലും ടാബുകളിലും ലാപ്ടോപ്പുകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ളതായിട്ടുള്ള
സാധനങ്ങളിലായി ഇന്നത്തെ ഗെയിമുകൾ, ഇന്നത്തെ കളികളൊക്കെ. അപ്പൊ അതിൽ മോഡേൺ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വില കൂടിയതായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. അതിനുവേണ്ടി അച്ഛനമ്മമാരോട് ശണ്ട കൂടും. അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പേരിലാവും ചിലപ്പോൾ ആത്മഹത്യ തന്നെ ചെയ്യുക. ഇന്നത്തെ അവസ്ഥ അതാണ്. അമ്മമാർക്കും അച്ഛന്മാർക്കും പേടിയാണ്. കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, അവർ ആവശ്യപ്പെട്ടത് കൊടുത്തില്ലെങ്കിൽ അവര് ഒന്നുകിൽ വീട്ടിലുള്ള എല്ലാം നശിപ്പിക്കും. അങ്ങനെയും കാണാം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തല്ലി പൊളിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന കുട്ടികളെ കാണാം. കുട്ടികൾക്ക് അത് ബാല്യത്തിൽ തന്നെ ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്തതിന്റെ ഫലമാണ്. ആവശ്യപ്പെട്ടതും അതിലധികവും കൊടുത്ത് അമിതമായി ലാളിച്ച് നോ എന്ന് പറഞ്ഞ് ശീലിച്ചില്ല. അത് കേട്ടില്ല അവര്. ഇല്ല, സാധിക്കില്ല, വാങ്ങിച്ചു തരാൻ പറ്റില്ല, ഇപ്പൊ അതിനുള്ള കഴിവില്ല അച്ഛനമ്മമാർക്ക്. മാത്രമല്ല ഇപ്പൊ കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ല, ഇപ്പൊ ഇത് വാങ്ങിച്ചു തന്നാൽ കുട്ടിയുടെ ചിന്തയൊക്കെ മാറിപ്പോകും, ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി തലയിടും, അത്രയ്ക്ക് വളർന്നിട്ടില്ല, അത് ആവുമ്പോ നോക്കാം എന്ന് പറഞ്ഞ് ഇല്ല എന്ന് പറയാൻ അച്ഛനമ്മമാര് പഠിച്ചില്ല. അതിന്റെ ഫലം കുട്ടികൾക്കും അത് കേട്ടില്ല. ഇല്ല എന്നോ പറ്റില്ല എന്നോ ഒന്നും കേൾക്കാത്തത് കൊണ്ട്, അങ്ങനെ വളർന്നതുകൊണ്ട് എന്നെങ്കിലും അവർക്ക് ഇല്ല എന്ന് കേട്ട് കഴിയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ ടോളറൻസ് ലെവൽ 0 ആണ്. ഒരു ചെറിയ മുട്ടുസൂചി കുത്തിയാൽ, ഒരു മുള്ളു കുത്തിയാൽ സഹിക്കാൻ പറ്റാത്ത പൊട്ടിപ്പോകുന്ന ബലൂണുകളാണ് അവരെല്ലാം. ഊതി വീർപ്പിച്ചതായിട്ടുള്ള ബലൂണുകൾ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികൾ. അവരെ എന്താ പറയുക, കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ തിരക്കുകൾ കാരണം നമ്മൾ എന്ത് ചെയ്യും, അവരെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മൊബൈലിലോ ടിവിയിലോ പിടിച്ചിരുത്തി ശീലിപ്പിച്ചു. അപ്പൊ അത് എന്താവും, ആ കുട്ടികൾക്ക് അതിൽ അഡിക്ഷൻ വന്നു. അത് തന്നെയാണ് അവരെ എന്റർടൈൻ ചെയ്യുന്നത്. അതിന്റെ സ്പീഡിൽ വേറെ നമുക്കൊന്നും കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ പറ്റാതെയാവും. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഗാഡ്ജറ്റുകൾ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ കുട്ടികളെ എന്റർടൈൻ ചെയ്യുന്ന വേഗതയിൽ അവരുടെ മനസ്സിനെ, ബുദ്ധിയെ ചലിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ഇരിക്കുകയോടെ മുത്തശ്ശി കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ക്ഷമയില്ല. മുത്തശ്ശിയുടെ ഒരു പഴങ്കഥയും എത്ര പ്രാവശ്യം കേട്ടതാ, ബോറടിക്കുന്നു. അപ്പൊ നമ്മുടെ മുതിർന്നവരുടെ കൂടെ ഒരു 5 നിമിഷം പോലും കുട്ടികൾക്ക് ഇരിക്കാനുള്ള ക്ഷമയില്ലാതായി. കാരണം അവരുടെ മനസ്സ് വേഗത്തിൽ കുതിച്ചു പായുകയാണ്. അത് ശീലിച്ചു കുട്ടിക്കാലത്ത് തന്നെ. ഈ ഗാഡ്ജറ്റുകൾ കളിച്ച് കളിച്ച് അവരുടെ മനസ്സിന്റെ വേഗത കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ, തെരുവിൽ അഴിച്ചുവിട്ട പ്രാന്ത നായയെ പോലെ അലഞ്ഞു തിരിയുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് അവർ ടോളറൻസ് ലെവൽ തീരെ ഇല്ലാതെ എന്തെങ്കിലും പ്രൊവക്കേഷൻ ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ആത്മഹത്യയിലേക്ക് പോകുന്നതും. അങ്ങനെയുള്ള ഒരു ക്രീഡാസക്ത, അങ്ങനെയുള്ളവർ വളർന്നു വരുമ്പോൾ അവരുടെ ടേസ്റ്റ് മാറണമെന്ന് മാത്രമേ ഉള്ളൂ. കളിപ്പാട്ടങ്ങൾ മാറുന്നു. തരുണനാവുമ്പോൾ തരുണികളാവുന്നു പിന്നെ കളിപ്പാട്ടം. ഈ ചെറിയ കളിപ്പാട്ടങ്ങളെ വിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരാകുന്ന കളിപ്പാട്ടങ്ങളിലാണ് പിന്നെ അവരുടെ കളി. അങ്ങനെ തരുണസ്താവ തരുണീസക്ത. അങ്ങനെ കുറച്ചു കാലം പോയി. അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചു. വിവാഹത്തിലും ഈ തരുണീസക്തി കുറച്ചു കാലമൊക്കെ ഉണ്ടാവും. കുട്ടികളായി, പ്രാരബ്ധങ്ങളായി, ആ ഭാരം ചുമന്ന് കഴുതയെ പോലെ ഭാരം ചുമന്നും, കാളയെ പോലെ പണിയെടുത്തും, പട്ടിയെ പോലെ വീട്ടുകാവലിരുന്നും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കാലം കഴിച്ചു കൂട്ടുകയാണ്. പിന്നെ ജീവിതം ഒരു ഡ്രാഗിങ് ആണ് പലർക്കും. സുഖത്തിന് വേണ്ടിയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ കുറച്ചു കാലമൊക്കെ സുഖമായിരുന്നു, ഹണിമൂൺ കഴിയുന്നത് വരെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാരബ്ധങ്ങൾ വർദ്ധിച്ച് വരാൻ തുടങ്ങിയപ്പോൾ വേണ്ടിയിരുന്നില്ല അതാവും പലർക്കും. പക്ഷെ ഒഴിവാക്കാനും നിവൃത്തിയില്ലാത്തൊരവസ്ഥ, പെട്ടുപോയി. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം വലിച്ചഴിച്ചു കൊണ്ടുപോയി അവസാനം ജരാനരകൾ ബാധിച്ച്, വാർദ്ധക്യം ബാധിച്ച് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയാവുന്നു. സമ്പാദിക്കാൻ കഴിവില്ല, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പൊ ആർക്കും വേണ്ടാത്തവരായി തീർന്നു. അങ്ങനെ എന്താ പറയുക, സമൂഹത്തിനും കുടുംബത്തിനും മക്കൾക്ക് പോലും വേണ്ടാതെ ഒരു മൂലയ്ക്ക്
തള്ളപ്പെടുന്നു. അച്ഛൻ അവിടെ ഇരിക്കൂ, അമ്മ അവിടെ ഇരിക്കൂ, നിങ്ങൾ ഇതിലൊന്നും തലയിടരുത്, വീട്ടിൽ ഞങ്ങളെ കാണാൻ വരുന്ന അതിഥികളെ കാണാൻ അച്ഛനമ്മമാര് വന്നു പോകരുത്, മൂലയ്ക്ക് നിങ്ങളുടെ മുറിയിൽ ഇരുന്നാൽ മതി എന്ന് വരെ പറയുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് പല ഗൃഹങ്ങളിലും കാണുക. സ്വന്തം കൂട്ടുകാരുടെ മുമ്പിലോ അതുപോലെയുള്ള ആളുകളുടെ മുമ്പിലോ അവതരിപ്പിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് സ്വന്തം മാതാപിതാക്കൾ എന്ന് കരുതുന്ന ആ അവസ്ഥയിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ഒറ്റപ്പെട്ടതായിട്ടുള്ള ഈ വാർദ്ധക്യത്തിൽ ചിന്താസക്ത, ചിന്താമഗ്ന, ചെയ്യേണ്ടതൊന്നും ചെയ്യേണ്ട കാലത്ത് ചെയ്യാതിരുന്നതിൻ്റെയും ഇപ്പോഴും ആശകൾ തീരാത്തതിൻ്റെയും നെടുവീർപ്പുകൾ ഇട്ടുകൊണ്ട് ആങ്സൈറ്റിയും വറീസും ഗിൽറ്റുമായിട്ട്, ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ചോർത്ത് ഗിൽറ്റ്, വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ആങ്സൈറ്റി, അതുപോലെ വറീസ്, അവനവൻ്റെ തന്നെ ആരോഗ്യാദി കാര്യങ്ങളെക്കുറിച്ച്, കൂട്ടുകാര് ഓരോരുത്തരായിട്ട് വിടവാങ്ങുന്നത്, വിരഹ ദുഃഖങ്ങൾ, ഇങ്ങനെ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള വറീസ്, ശരീരത്തിന് ഒന്നും താങ്ങാൻ വയ്യാത്തതായിട്ടുള്ള അവസ്ഥ, എന്തിനും മറ്റുള്ളവരുടെ സഹായം വേണ്ടതായിട്ടുള്ള അവസ്ഥ, ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്താസക്ത. അപ്പോ 3 കാലത്തും എന്ത് ചെയ്തില്ല? ഈശ്വര ചിന്ത ചെയ്തില്ല. പരമേ ബ്രഹ്മണി കോപിന സക്ത. മറ്റ് വിഷയചിന്തകളിൽ കാലം കഴിഞ്ഞുപോയി. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതം കൊണ്ട് സാധിക്കേണ്ട കാര്യം മറന്നുപോയി. അപ്പം ഇത്രയും കാലം അങ്ങനെ ജീവിച്ചത് കൊണ്ട് പിന്നെ വയസ്സുകാലത്ത് ഒട്ടും അതിൽ താല്പര്യവും രുചിയും ഉണ്ടാവുന്നില്ല, സാധിക്കുന്നില്ല. ഈ ചിന്തകളിൽ കിടന്ന് മനസ്സ് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലാതെ ഈശ്വരനെ നാമം ജപിക്കാം, ഈശ്വര കഥകൾ കേൾക്കാം, സത്സംഗത്തിന് പോകാം എന്നൊന്നും മനസ്സ് പോകുന്നില്ല. അവലാദികൾ കൊണ്ടും ആങ്സൈറ്റികൾ കൊണ്ടും മാത്രം കാലം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മുടെ സംസ്കാരം എന്താണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? 4 ആശ്രമങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ ക്രമത്തിൽ ചെയ്യേണ്ടത് ചെയ്തു വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വൃദ്ധരാവുമ്പോൾ യഥാർത്ഥത്തിലുള്ള വൃദ്ധിയെ പ്രാപിക്കാം. എന്ന് പറഞ്ഞാൽ പക്വതയാർജിച്ച് ശാന്തരായി സ്വസ്ഥരായി മറ്റുള്ളവർക്ക് മുഴുവൻ മാർഗദീപമായി മറ്റുള്ളവർ ആശ്രയിക്കുന്ന രീതിയിൽ നമുക്ക് വയസ്സുകാലം കഴിച്ചു കൂട്ടാൻ പറ്റും. അങ്ങനെ കഴിയുന്നവർ എത്രയോ മഹാത്മാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുണ്ട്, മുമ്പ് ധാരാളം ഉണ്ടായിരുന്നു. മാതൃകാ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എത്രയോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെയൊക്കെ അയൽവാസികളായിട്ടുണ്ടായിരുന്നു, നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്. എന്താണ് ബ്രഹ്മചര്യം എന്നുള്ള പ്രായം? വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ഒരു 20-25 വയസ്സ് വരെ വിദ്യാഭ്യാസം, ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള വിദ്യകൾ അഭ്യസിക്കുക, അതോടൊപ്പം തന്നെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള വിദ്യയും അഭ്യസിക്കണം. അതാണ് പരാവിദ്യയും അപരാവിദ്യയും. ഇപ്പൊ ഗുരുകുലങ്ങളിൽ വെച്ച് അപരാവിദ്യ എന്ന് പറഞ്ഞാൽ ലോകത്തെക്കുറിച്ചിട്ടുള്ള അറിവ്, ഭൗതികമായിട്ടുള്ള അറിവ്, ജീവിക്കാൻ ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള അറിവ്, അതൊക്കെ അപരാവിദ്യയിൽ പെടുന്നു. പരാവിദ്യ എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തിന്റെ പരമ തത്വത്തെക്കുറിച്ചിട്ടുള്ള അറിവ്, ആത്മതത്വത്തെക്കുറിച്ചിട്ടുള്ള അറിവ്, ഈശ്വരനെ കുറിച്ചിട്ടുള്ള അറിവ്, താനും ഈശ്വരനും പ്രപഞ്ചവും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം എന്തെന്നുള്ളതായിട്ടുള്ള അറിവ്, അതാണ് പരാവിദ്യ. അപ്പൊ ആ പരാവിദ്യയിലും വേണ്ടതായിട്ടുള്ള അറിവ് നേടി പിന്നീടാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ ഗൃഹസ്ഥാശ്രമം യജ്ഞപൂർണമാവണം. പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്തുകൊണ്ട്, കടങ്ങൾ വീട്ടിക്കൊണ്ട്, ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കണം. അത് ഫൗണ്ടേഷൻ. ബ്രഹ്മചര്യത്തിൽ നിന്ന് ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ഗ്രഹിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ആത്മജ്ഞാനമാണ്, മോക്ഷമാണ് ജീവിത ലക്ഷ്യം. അതിലേക്ക് തനിക്കിപ്പോ വാസനകൾ സമ്മതിക്കുന്നില്ല. തൻ്റെ പ്രകൃതി ഈ ഭൗതികമായിട്ടുള്ള പല സുഖഭോഗങ്ങളും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ നിന്ന് തീവ്രമായിട്ട് നിലനിൽക്കുന്നു, പോകുന്നില്ല. അങ്ങനെയുള്ളവരാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ നേരിട്ട് സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കാം. ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ കാര്യം
ഗൗരവം മനസ്സിലായി കഴിയുമ്പോൾ മറ്റ് ഗാർഹസ്ഥ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിലൊന്നും താല്പര്യമില്ലാതായാൽ, ആ വാസനകളൊന്നും പ്രബലം അല്ലെങ്കിൽ വീണ്ടും ഗുരുകുലത്തിൽ തന്നെ തുടർന്നുകൊണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയായി പിന്നീട് പക്വത വരുമ്പോൾ ഗുരുവിന്റെ അനുവാദത്തോടുകൂടി സന്യാസ ജീവിതം, വാനപ്രസ്ഥ അല്ലെങ്കിൽ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണമെന്ന് നിർബന്ധം ഇല്ല. അതിനെയാണ് നിവൃത്തി മാർഗം എന്ന് പറയുക. നമ്മുടെ സനകാദികൾ അതുപോലെയുള്ള ബ്രഹ്മചാരിമാരായിരുന്ന ഋഷീശ്വരന്മാരൊക്കെ ആ മാർഗത്തെ കാണിച്ചു തന്നവരാണ്. അതുപോലെ പ്രവൃത്തി മാർഗമാണ് ഗൃഹസ്ഥാശ്രമത്തിലൂടെയുള്ള മാർഗം. നമ്മുടെ പ്രജാപതിമാരുടെ വസിഷ്ഠൻ, കശ്യപൻ, എന്താ പറയുക, ഭൃഗു അല്ലെങ്കിൽ പുലഹൻ, പുലസ്ത്യൻ, കർദമൻ മുതലായിട്ടുള്ള പ്രജാപതിമാരുടെയൊക്കെ കഥ. പ്രജാപതി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിച്ചിട്ടുള്ള ഋഷീശ്വരന്മാരാണ്. അവർ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഈശ്വര ഭജനം ചെയ്തുകൊണ്ട് അവരുടെ കർത്തവ്യങ്ങളും ചെയ്തു. ഉപജീവന മാർഗമായി അവർ പൗരോഹിത്യമെല്ലാം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് രാജഗുരുക്കന്മാരായോ അങ്ങനെയൊക്കെ ഇരുന്നു കൊണ്ട് സമൂഹത്തിന് മാർഗദർശനം ചെയ്യുന്നവരായി ഇരുന്നു കൊണ്ട് സമൂഹത്തിൽ തന്നെ ഭാര്യാ സന്തതികളോടുകൂടി കഴിഞ്ഞവര് പ്രാജാപത്യം എന്നുള്ള ഗാർഹസ്ഥ്യധർമ്മത്തെ സ്വീകരിച്ചവർ. അതല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിമാരായി പോയ സനകാദികളെ പോലെയുള്ള സുഖബ്രഹ്മർഷിയെ പോലെ, നാരദനെ പോലെയൊക്കെയുള്ള ആളുകള് നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ചുകൊണ്ട് ലോകഹിതം പ്രവർത്തിച്ചുകൊണ്ട് തപസ്വികളായി സഞ്ചരിച്ചു. അപ്പൊ ഒന്ന് നിവൃത്തി ധർമ്മം, മറ്റൊന്ന് പ്രവൃത്തി ധർമ്മം. ആ പ്രവൃത്തി ധർമ്മത്തിലാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശം. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ അവനവന്റെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവനവന്റെ വാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് ജീവിത ലക്ഷ്യം മറക്കാതെ, അതാണ് ആശ്രമം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ജീവിതം എന്നാണ്. ആശ്രമം, ആശ്രമം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കെട്ടിടം എന്നല്ല അർത്ഥം. ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരികൾ താമസിക്കുന്ന കെട്ടിടം എന്നല്ല. ബ്രഹ്മചര്യത്തിൽ ഇരിക്കുമ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. ആസമന്താത് ശ്രമഃ ഇതി ആശ്രമഃ. ആസമന്താത് ശ്രമഃ, ആദ്യന്തം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനുള്ള ശ്രമം? ലക്ഷ്യപ്രാപ്തിക്ക്, ഈശ്വരപ്രാപ്തിക്ക്, ആത്മസാക്ഷാത്കാരത്തിനുള്ള ശ്രമം തുടരുന്നതിനെയാണ് ആശ്രമം എന്ന് പറയുന്നത്. ആസമന്താത് ശ്രമഃ. അപ്പൊ ബ്രഹ്മചര്യ ആശ്രമം. അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചാൽ അവിടെ ഇരുന്നു കൊണ്ട് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ജീവിക്കുക. വാസനകളെ ക്ഷയിപ്പിച്ച് അന്ധകരണ ശുദ്ധി നേടി ആത്മജ്ഞാനം ഗുരുകുലത്തിൽ നിന്ന് തന്നെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അത് സ്വാധ്യായ പ്രവചനങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ പ്രകാശിപ്പിച്ച് അതിൽ നിഷ്ഠ ഉണ്ടാക്കി ലൗകിക ജീവിതത്തോട് പതുക്കെ വിരക്തി ഉണ്ടായി അവിടുന്ന് പതുക്കെ കരകയറണം വാനപ്രസ്ഥം എന്നുള്ള മൂന്നാമത്തെ ആശ്രമത്തിലേക്ക്. വാനപ്രസ്ഥവും ആശ്രമമാണ്. വാനപ്രസ്ഥ ആശ്രമത്തില് ലൗകികങ്ങളായിട്ടുള്ള കമ്മിറ്റ്മെന്റുകളൊക്കെ കുറഞ്ഞു, റിട്ടയേർഡ് ലൈഫാണ്. കൂടുതൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആഭിമുഖ്യം വളർത്തി, തപസ് വർദ്ധിപ്പിച്ച്, ഉപാസനകൾ വർദ്ധിപ്പിച്ച്, ശാസ്ത്ര പഠനത്തിന് കൂടുതൽ സമയം കണ്ടെത്തി ഗുരുക്കന്മാരെ സമീപിച്ച് ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്യേണ്ട അവസ്ഥയാണ് വാനപ്രസ്ഥം. അങ്ങനെ വാനപ്രസ്ഥത്തിലൂടെ അറിയേണ്ടത് അറിഞ്ഞ് പക്വത ആർജിച്ചു കഴിഞ്ഞാൽ ഇനി തനിക്ക് തിരിച്ചുപോക്കില്ല. ലൗകിക ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്കിന്റെ ആവശ്യമില്ല. ഇനി ആഗ്രഹങ്ങളൊന്നും ബാക്കിയില്ല. ഇനി തനിക്ക് എന്താ പറയുക, മക്കളുടെയും പേരക്കുട്ടികളുടെയും വിവാഹങ്ങളും പിറന്നാളുകളും 28കളും മറ്റടിയന്തരങ്ങളൊന്നും എന്താ പറയുക പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാതാവുന്നതോട് കൂടിയിട്ട് സാമൂഹിക ജീവിതത്തിൽ നിന്ന് പതുക്കെ പൂർണ്ണമായിട്ടുള്ള വിഡ്രോവലാണ് സന്യാസം. ഒരു കമ്മിറ്റ്മെന്റും ഇല്ല സന്യാസിക്ക്, സമൂഹത്തോടും ഇല്ല, വേറെ കർമ്മങ്ങളോടും ഇല്ല. എല്ലാ കർമ്മങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിരക്തി ഉണ്ടാകുമ്പോൾ അയാൾക്ക് സന്യാസം എന്നുള്ളതായിട്ടുള്ള ആശ്രമത്തിലേക്ക് പ്രവേശിക്കാം. അവിടെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ഈ ആത്മനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും കാലം താൻ പഠിച്ചതും അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആ ആത്മതത്വത്തെ കുറിച്ചിട്ടുള്ള നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതിൽ നിന്ന് ഒരു തരത്തിലുള്ളതായിട്ടുള്ള ഡൈവേർഷനും ഇല്ലാതെ ഏകാഗ്രതയോടുകൂടെ
കമ്മിറ്റഡ് ആയിട്ടുള്ള ലൈഫാണ് സന്യാസം. സമ്യക്കായിട്ടുള്ള ന്യാസം. സമ്യക്കായിട്ടുള്ള ന്യാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, ടോട്ടൽ ഡെഡിക്കേഷൻ. അപ്പൊ അതിൽ ന്യാസം എന്നാൽ ഉപേക്ഷ എന്നും ത്യാഗം എന്നും അർത്ഥമുണ്ട്. വേണ്ടാത്തതിനെയൊക്കെ ത്യജിച്ച് വേണ്ടതിലേക്ക് സ്വന്തം പ്രയത്നങ്ങളെ, സ്വന്തം ബുദ്ധിയെ ഇൻവെസ്റ്റ് ചെയ്യലാണ് സന്യാസം. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ ഡെഡിക്കേഷൻ, ടോട്ടൽ ഇൻവോൾവ്മെന്റ്, അതാണ് സന്യാസം. ഇതിലേക്ക്, ഈ ലക്ഷ്യത്തിലേക്ക്. അങ്ങനെയുള്ള ഒരു ക്രമത്തിലാണ് നമ്മുടെ ആശ്രമങ്ങൾ നിർണയിച്ചിരിക്കുന്നത്, നമ്മുടെ ശാസ്ത്രം വർണ്ണാശ്രമ ധർമ്മം വെച്ചിരിക്കുന്നത്. അപ്പൊ അതെല്ലാം വിട്ട് ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാല് ജന്തുക്കളെ പോലെ എന്തിനാണ് ജനിച്ചത്, എവിടേക്കാണ് പോകുന്നത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് താൻ തിരയുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല. തനിക്ക് എന്ത് കിട്ടിയാൽ ജീവിതം ധന്യമാകും, തൃപ്തിയാകും എന്നറിയാതെയുള്ള ഒരു തരം ആഹാര, നിദ്ര, ഭയ, മൈഥുനാദികളിൽ മാത്രം മുഴുകി പന്നികളെ പോലെ, പട്ടികളെ പോലെ, കഴുതകളെ പോലെ ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു ജീവിതം. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത് സമൂഹത്തിലെ ജീവിത ലക്ഷ്യമില്ലാത്ത ഒരു അലഞ്ഞു തിരിയുന്ന ആൾക്കൂട്ടം. അല്ലാതെ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു യാത്രികതയല്ല നമ്മൾ കാണുന്നത്. ഒരു ആൾക്കൂട്ടം അലഞ്ഞു തിരിയുന്നതായിട്ടുള്ള ഒരു സമൂഹം. എന്താ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. കുറെ കാശുണ്ടാക്കണം, എന്നിട്ട് കുറെ ആളാകണം, കുറെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആണ് എന്ന് പ്രകടിപ്പിക്കണം. ആ പ്രകടനങ്ങളിൽ മാത്രം തൃപ്തി കണ്ട് ഒതുങ്ങുന്ന ജീവിത ശൈലിയാണെന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെയാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ എന്ന് പറഞ്ഞ് പരിതപിക്കുന്നത്. ആ പരമമായ സത്യത്തിൽ, ആ ആത്മാവിനെ കുറിച്ചിട്ടുള്ള ചിന്തയിൽ ആർക്കും താല്പര്യമില്ലല്ലോ. അറിയേണ്ടതറിയാൻ പരമപുരുഷാർത്ഥ പ്രാപ്തിക്കായിക്കൊണ്ട് ആരും പ്രയത്നിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. മനസ്സിരുത്തേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇത്രയൊക്കെ കേൾക്കാനുള്ള, ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ളതായിട്ടുള്ള ശ്രദ്ധ ഉണ്ടായവരൊക്കെ തീർത്തും ഭാഗ്യവാന്മാരാണ്, സുഹൃതികളാണ്. ജന്മാന്തര സുഹൃതം കൊണ്ടാണ് ഇതിലൊക്കെ വാസന ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ കേൾക്കുന്നവരെ ഉദ്ദേശിച്ചല്ല ഈ പറയുന്നതൊന്നും. പുറത്ത് എന്താ പറയുക, മൃഗീയ ഭൂരിപക്ഷം നിറയെ 99.999% ആളുകളും ഈ പറഞ്ഞ കൂട്ടത്തിലാണ്. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീസക്തഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന സക്തഃ. ശരി, നമുക്ക് തുടരാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ജീവിതം നയിക്കുന്ന പരമബ്രഹ്മത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകളോട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പാടൊക്കെ പെടുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ആസക്തിയോടുകൂടി, ആശാപാശങ്ങളോടുകൂടി സ്വയം കുരുക്കുകൾ ഉണ്ടാക്കി ആ കുരുക്കിൻ്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കണ്ടേ, അതിന് നിങ്ങൾ വിചാരം ചെയ്യൂ എന്ന് വിചാരം ചെയ്യാൻ പറയുകയാണ് 9ാമത്തെ ശ്ലോകം. കാതേ കാന്താകസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ കസ്യ ത്വം കഃ കുത ആയാതഃ തത്വം ചിന്തയ തദിഹ ഭ്രാതഃ. കാതേ കാന്താകസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ കസ്യ ത്വം കഃ കുത ആയാതഃ തത്വം ചിന്തയ തദിഹ ഭ്രാതഃ. ഇവിടെ അവസാനത്തെ വരിയിൽ പറയണു തത്വം ചിന്തയ തദിഹ ഭ്രാതഃ. എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് ആചാര്യ ഭഗവത്പാദൻ വിളിക്കുന്നത്, ഭ്രാതഃ. അല്ലയോ സഹോദര, ഭ്രാതാവേ, തത്വം ഇഹ ചിന്തയ. ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, തത്വം എന്നാൽ യാഥാർത്ഥ്യം, പരമാർത്ഥം എന്നൊക്കെയാണ് അർത്ഥം. തസ്യ ഭാവം തത്വം. തത് എന്ന് പറഞ്ഞാൽ അത്, അതെന്താണെന്ന് വെച്ചാൽ അതാണ് തത്. അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതിന്റെ വസ്തുതയെക്കുറിച്ചിട്ടുള്ള അറിവാണ് തത്വജ്ഞാനം.
അപ്പൊ ഓരോ വസ്തുവിനെ കുറിച്ചിട്ടുള്ള അറിവ്, ആ വസ്തുതാപരമായിട്ടുള്ള ജ്ഞാനത്തെ തത്വജ്ഞാനം എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഏതിന്റെ തത്വമാണ് ചിന്തിക്കാൻ? വിചാരം ചെയ്യൂ ഹേ ഭ്രാത, അല്ലയോ സഹോദര. കാരണം നിങ്ങൾ ഇതുവരെ വിചാരം ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. വിചാരം ചെയ്തിട്ടുള്ളവർ ഇങ്ങനെയല്ല ജീവിക്കുക. വിചാരം ചെയ്ത് തത്വം അറിഞ്ഞവർ ജീവിക്കുന്ന രീതി ഒന്ന് വേറെ. വിചാരം ചെയ്യാതെ അവിവേകികളായി ലൗകിക ജീവിതത്തിൽ മുഴുകി ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് കരുതി ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ഒന്ന് വേറെ. അവരെ കുറിച്ചാണ് ചാർവാകന്മാരെന്ന് പറയുക. ചാർവാകന്മാരെന്നാൽ ഈശ്വരനിലൊന്നും ആത്മാവിലൊന്നും വിശ്വാസമില്ലാത്തവർ, താല്പര്യമില്ലാത്തവർ, ആഭിമുഖ്യമില്ലാത്തവർ. അവർ ചാരുവായ വാക്കുകൾ പറയുന്നത് കൊണ്ടാണ് ചാർവാകൻ എന്ന് പറഞ്ഞത്. ചാരു എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നത്, മനോഹരമായത് എന്നർത്ഥം. മനോഹരമായ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെയും പ്രലോഭിപ്പിച്ച് അതേ ജീവിത മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നവർ, അവരാണ് ചാർവാകന്മാര്. ഇന്നത്തെ ചാർവാകന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്താ പറയാ, അഡ്വർടൈസിങ് കമ്പനികളൊക്കെ ചാർവാകന്മാരാണ്. ഭൗതികങ്ങളായ ഓരോ കൺസ്യൂമർ പ്രോഡക്ട്സിനെ കുറിച്ചും പരസ്യം ചെയ്യുന്നവരൊക്കെ ആരാണ്? ചാരുവാക്കുകളെ പറയുന്നവർ. നോക്കൂ, ഇത് നോക്കൂ, ഇത് എത്ര നല്ലതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾക്ക് എന്തെല്ലാം സുഖം തരുമെന്ന് അറിയോ? ഇതെത്ര മനോഹരമാണ്, ഇതൊന്ന് നിങ്ങൾ അനുഭവിച്ചു നോക്കൂ, ഇതൊന്ന് അനുഭവിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ പറയുന്നവരൊക്കെയാണ് ചാർവാകന്മാര്. ഇന്നുണ്ട് ചാർവാകന്മാര്, ചാരുവായ വാക്കുകൾ പറയുന്നവർ, ഭൗതിക വിഷയങ്ങളിലേക്ക് നമ്മളെ ഭ്രമിപ്പിക്കുന്നവർ. പണ്ടും അത് തന്നെ അവരെങ്ങനെയാ പറയുക? അന്നത്തെ ചാർവാകന്മാര് പറഞ്ഞിരുന്നത് ഋണം ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. അതുകൊണ്ട് യാവത് ജീവേത് സുഖം ജീവേത് ഋണം ഗത്വാ ഘൃതം പിബേത്. അവർ ചോദിക്കുകയാണ്, യാവത് ജീവേത് സുഖം ജീവേത്, എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്രയും കാലം സുഖമായിട്ട് ജീവിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിനെന്ത് ചെയ്യാം? ഋണം ഗത്വാ ഘൃതം പിബേത്, കടം വാങ്ങിയിട്ടാണെങ്കിലും നെയ്യ് കുടിക്കൂ എന്നാണ്. അന്നത്തെ ഏറ്റവും ലക്ഷറി എന്നൊക്കെ പറയുന്നത് നെയ്യ് കുടിക്കലൊക്കെയാണ്. ഇന്ന് പിന്നെ നമുക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ഗവൺമെന്റ് തന്നെ കുടിക്കാൻ വിവിധ വസ്തുക്കള് വിളമ്പുന്നുണ്ട്, ബാറുകളിലൂടെയും മറ്റ് ഔട്ട്ലെറ്റുകളിലൂടെയും. 10 രൂപയുടെ സാധനത്തിന് 1000 രൂപ വില വാങ്ങിച്ചിട്ടാണ് ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വിഷം. അതിന്റെ പുറകെ പോകുന്നു ആളുകൾ. അപ്പൊ ഋണം ഗത്വ ഘൃതം പിബേത്, കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നെയ്യ് കുടിക്കൂ എന്നാണ് അന്ന് പറഞ്ഞത്. അവർ ചോദിക്കുന്നു, ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. ഭസ്മമായി ഭവിച്ച ദേഹത്തിന് പിന്നെ എവിടുന്നാ തിരിച്ചുവരവ്? അതുകൊണ്ട് ഈ പുനർജന്മമോ സ്വർഗമോ മറ്റു ലോകങ്ങളോ ഒന്നുമില്ല. ഈ കാണുന്നത് മാത്രമാണ് സത്യം, ഈ കണ്ടത് മാത്രമാണ് സത്യം. അതുകൊണ്ട് ആയുസ് തീരുന്നതിന് മുമ്പ് പരമാവധി അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് ജീവിതം എൻജോയ് ചെയ്യൂ, അടിച്ചു പൊളിക്കൂ. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി. തിന്നു, കുടിക്കൂ, സന്തോഷമായിരിക്കൂ, ആഹ്ലാദമായിരിക്കൂ. ഇത് പണ്ടും പറഞ്ഞതാണ്. ഇന്നത് വർദ്ധിച്ച് 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 വരുന്നു. അന്ന് അങ്ങനെ പറഞ്ഞവരെ പരിഹസിക്കുമായിരുന്നു സമൂഹം. ഇന്ന് ഇങ്ങനെ പറയുന്നവരാണ് ഭൂരിപക്ഷം, മറിച്ച് പറയുന്നവരെ പരിഹസിച്ച് ഒതുക്കും. ഈ കൂട്ടമാണെന്ന് വർദ്ധിച്ചു വന്നിരിക്കുന്നത്, മൃഗീയമായിട്ട് വർദ്ധിച്ചു വന്നിരിക്കുന്നത്. ഇങ്ങനെ പറയുന്നവരാണ് അസുരന്മാരായി മാറുന്നത്. ഈ ചാർവാകന്മാര് ഭൗതികവാദികളാണ്. തങ്ങളുടെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ എത്ര വേണമെങ്കിൽ പീഡിപ്പിക്കുവാൻ ഒരു മടിയും ഇല്ലാതാവും. തങ്ങളുടെ സുഖം, തങ്ങളുടെ സ്വാർത്ഥത, തങ്ങളുടെ ലക്ഷ്യം നേടുക, താൽക്കാലികമായ തങ്ങളുടെ സുഖത്തിന് വേണ്ടി ആരുടെ തലയിലും മുളകരയ്ക്കാൻ ഒരു മടിയും ഇല്ലാതെയാവും. ആരെയും തല്ലാനോ കൊല്ലാനോ ഉപദ്രവിക്കാനോ, അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പ്രശ്നമില്ല. എന്തച്ഛൻ എന്തമ്മ, നമ്മുടെ സുഖത്തിന് മേലെ അച്ഛനും അമ്മയൊന്നുമില്ല. അപ്പോ ആ ചാർവാകന്മാരുടെ വർദ്ധിച്ച അവസ്ഥയാണ് ആസുരികത, അസുര സ്വഭാവം. അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ, ഇന്ദ്രിയം എന്നൊക്കെ അർത്ഥം. അതിൽ രമിക്കുന്നവർ. അപ്പൊ ഇന്ദ്രിയ
വിഷയങ്ങളിൽ രമിക്കുന്നവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. മനുഷ്യന്മാർ തന്നെ അവരൊക്കെ. അമ്മയും അച്ഛനും ജനിപ്പിച്ച മക്കൾ തന്നെയാണ്. ദേവന്മാരും അസുരന്മാരും ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കൾ തന്നെയാണ്. ദേവന്മാരുടെ കഥ പറയുമ്പോൾ കശ്യപ പ്രജാപതിക്ക് അതിഥി ദേവിയിലുണ്ടായ മക്കളെയൊക്കെ ദേവന്മാരെന്ന് പറയുന്നു. അതേ കശ്യപ പ്രജാപതിക്ക് ദിതി ദേവിയിലുണ്ടായ മക്കളെയാണ് ദൈത്യന്മാർ, അസുരന്മാരെന്ന് പറയുന്നത്. ഈ അതിഥിയും ദിതി എന്ന് പറഞ്ഞാൽ ഇടത്തി അനീതിയും തന്നെയാണ്. ഒരേ ദക്ഷപുത്രിമാരാണ്. ദക്ഷനും പ്രസൂതി എന്ന് പറഞ്ഞ ഭാര്യയ്ക്കും ദമ്പതികൾക്കുണ്ടായ മക്കള് 16 മക്കളുണ്ട്, അല്ല 60 മക്കളുണ്ടായതിലാണ് ഈ അതിഥിയും ദിതിയും വരുന്നത്. പ്രസൂതിയല്ല അവിടെ ദക്ഷന്റെ പത്നി മാരിഷ രണ്ടാമത്തെ ദക്ഷനാണ്. ആദ്യ ദക്ഷനുണ്ടായത് 16 മക്കളാണ്. അതിൽ വരുന്നതാണ് സതി മുതലായിട്ടുള്ളവർ. ആ ദക്ഷൻ പിന്നീട് മരിച്ച് പുനർജന്മമായിട്ട് രണ്ടാം ദക്ഷനായിട്ട് വരും. പ്രചേതസ്സുകളുടെ പുത്രനായ ദക്ഷനായിട്ട് വരും. ആ ദക്ഷന്റെ മാരിഷ എന്നുള്ളതായിട്ടുള്ള ഭാര്യയിൽ ഉണ്ടാവുന്ന 60 കന്യകമാരുണ്ട്. അതിൽപ്പെട്ടതാണ് അതിഥിയും ദിതിയും. അവരുടെ ഭർത്താവാണ് കശ്യപ പ്രജാപതി. അപ്പൊ കശ്യപ പ്രജാപതിക്ക് ഏഴത്തിക്കും അനിയത്തിക്കും ഉണ്ടായ മറ്റൊരു അനിയത്തിയാണ് ധനു. അതിഥി ദിതി ധനു. ധനുവിനുണ്ടായ മക്കൾക്ക് പേരാണ് ദാനവന്മാരെന്ന്. ദിതിക്കുണ്ടായവര് ദൈത്യന്മാര്, അതിഥിക്കുണ്ടായവര് ആദിത്യന്മാര്. അപ്പൊ ഏടത്തി അനിയത്തിമാര് തന്നെയാണ്, വേറെ എവിടുന്നും വന്നവരല്ല. ആകാശത്ത് പൊട്ടി വീണവരോ വേറെ ഏതെങ്കിലും കുലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നവരോ അല്ല. ഒരേ കുലത്തിൽ ഒരേ അച്ഛനമ്മമാർക്ക് ജനിച്ച മക്കള് 3 സഹോദരിമാര്, അവർക്ക് ഒരേ ഭർത്താവിൽ നിന്നുണ്ടായ മക്കൾ. അവരെയാണ് അസുരനും ദേവനുമായിട്ട് വകതിരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട്? അവർ മനുഷ്യർ തന്നെയാണ്. പ്രജാപതിയാണ് കശ്യപൻ. പ്രജാപതി എന്നാൽ മനുഷ്യ ജീവിതം നയിക്കുന്നവരാണ്, മനുഷ്യന്മാരാണ് അവരൊക്കെ. പ്രജാപതിമാരൊക്കെ മനുഷ്യന്മാരാണ്. കഥയിൽ പറയുമ്പോൾ ദേവന്മാർ അസുരന്മാരൊക്കെ അത് അവരുടെ സ്വഭാവം കൊണ്ടാണ്. ദൈവീ സമ്പത്ത് വർദ്ധിച്ചവർ ദേവന്മാരും ആസുരീ സമ്പത്ത് വർദ്ധിച്ചവർ അസുരന്മാരുമായി പറയപ്പെടുന്നു. അല്ലാതെ ഇവരൊന്നും ആകാശത്ത് പൊട്ടി വീണവരൊന്നുമല്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരെക്കുറിച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയാൻ, അവരുടെ സ്വഭാവത്തെ വർണ്ണിക്കാൻ വേണ്ടി കാർട്ടൂണുകൾ വരയ്ക്കുന്നത് പോലെ അവർക്ക് ദംഷ്ട്രകളും കൊമ്പും ഒക്കെ ചിലപ്പോൾ വരച്ചു എന്ന് വരും കവികൾ. രാവണനെ വരച്ചപ്പോൾ 10 തലയോടുകൂടി വരച്ചു. വാസ്തവത്തിൽ നമ്മളെയൊക്കെ പോലെ ഒരു തല തന്നെ ഉള്ള ആള് തന്നെയാണ്. വിശ്രവസ് എന്ന് പറഞ്ഞ ബ്രാഹ്മണന്റെ പുത്രൻ തന്നെയാണ്. അതേ വിശ്രവസിന്റെ പുത്രൻ തന്നെയാണ് കുബേരനും. ജ്യേഷ്ഠാനുജന്മാരാണ്. രണ്ടുപേര് 2 സ്വഭാവമായിട്ട് മാറി. ഒരാള് ദേവ സമൂഹത്തിൽപ്പെട്ടു, ദിക്പാലകന്മാരിൽ ഒരാളായി. മറ്റൊരാള് രാക്ഷസനായി. അപ്പൊ ഇതൊന്നും പുറത്തുനിന്നല്ല, നമ്മളൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഇടയിലും കാണാം അസുരന്മാര്. ആ അസുരന്മാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മദ്യത്തിനും ലോട്ടറിക്കും, ചൂതുകളിയാണ് ലോട്ടറി. അപ്പൊ മദ്യം, ചൂതുകളി, ഇതിൽ യാതൊരു ലജ്ജയുമില്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന അവരെ എന്താ വിളിക്കേണ്ടത്? പിന്നെ ആ അസുര ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അസുരന്മാർ വളരും. അസുരന്മാരെ വളർത്തുന്ന ലോകമാണ്. അപ്പൊ ഈ ചാർവാകന്മാര് മൂത്തത് തന്നെയാണ് അസുരന്മാര് എന്ന് പറയുന്നത്. അപ്പോ അടിച്ചു പൊളിച്ച് ജീവിക്കുക, വിഷയഭോഗങ്ങൾ പരമാവധി അനുഭവിക്കുക. കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ നെയ്യ് കുടിക്കുക എന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പോ നമ്മൾ കടം വാങ്ങിച്ചിട്ട് പലതും സുഖിക്കുന്നു. അപ്പൊ വാസ്തവത്തിൽ എല്ലാറ്റിൻ്റെയും തത്വം, യാഥാർത്ഥ്യം ഒന്ന് ചിന്തിക്കൂ. തത്വം ചിന്തയ തതിഹ ഭ്രാത. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കൂ എന്ന് ആചാര്യർ പറയുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? കാതേ കാന്ത കസ്തേ പുത്ര. ആദ്യം ചോദിച്ചു, കാതേ കാന്ത, തേ കാന്ത കാ, നിന്റെ ഭാര്യ ആരാണ് എന്ന് നീ ചിന്തിക്കൂ. നിന്റെ ഭാര്യയും നീയും തമ്മില് ബന്ധം എന്താണ് എന്ന് ചിന്തിക്കൂ. എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കൂ. എത്രമാത്രമാണ് ആ ബന്ധം ഉള്ളത് എന്ന് ചിന്തിക്കൂ. എപ്പോ വേണമെങ്കിൽ വീണു പോകാവുന്ന ബന്ധമല്ലേ ഉള്ളൂ, അറ്റുപോകാവുന്ന ബന്ധമല്ലേ ഉള്ളൂ, അല്ലേ? വാസ്തവത്തിൽ ഭാര്യ ആരാണ്? എന്തായാലും നമ്മുടെ കൂടെ പിറന്നവരല്ല. ഏതോ കുലത്തിൽ എവിടെയോ ആരോ ജനിപ്പിച്ച, ആരോ വളർത്തി
പ്രായമായി വിവാഹപ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഈ വിവാഹപ്രായമായിട്ടുള്ള ഒരു പുരുഷൻ കണ്ടുമുട്ടുന്നു, വിവാഹം കഴിക്കുന്നു. അപ്പൊ വാസ്തവത്തില് ഒരു രണ്ട് വഴിയാത്രക്കാര് വഴിയിൽ കണ്ടുമുട്ടുന്നത് പോലെയുള്ളൂ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം എന്ന എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചു മനുഷ്യബന്ധങ്ങൾ. ഇത്രയുള്ളൂ മനുഷ്യബന്ധങ്ങൾ. പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. പാന്തർ, പാന്തർ എന്നാൽ വഴിപോക്കർ. അപ്പോൾ കച്ചവടക്കാരും വഴിപോക്കരും ഒക്കെ രാത്രികളിൽ ചില വഴിയമ്പലങ്ങളിൽ, സത്രങ്ങളിൽ ഒന്നിച്ചു കൂടും. ഓരോരുത്തരും വരുന്നത് ഓരോ ഭാഗത്തു നിന്നായിരിക്കും. ഓരോരുത്തർക്കും ലക്ഷ്യം പോകേണ്ടത് ഓരോ ലക്ഷ്യങ്ങളായിരിക്കും. പക്ഷെ രാത്രി അവരെല്ലാം ഒന്നിച്ച് ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു പുരക്കീഴിൽ ഒരു കെട്ടിടത്തിൽ ഒന്നിച്ചു കൂടുന്നു. ആ സത്രത്തിൽ കിട്ടുന്നതായിട്ടുള്ള ഭക്ഷണം കഴിച്ച് അവിടെ ഓരോരുത്തർക്കും കിട്ടിയ വിശ്രമ സ്ഥലങ്ങളിൽ വിശ്രമിക്കുന്നു, അവരുടെ സാധനങ്ങളൊക്കെ സുരക്ഷിതമായി വെച്ചിട്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ നേരത്ത് ഓരോ ദിക്കിലേക്ക് പോകേണ്ടവരാണ്. അപ്പൊ താൻ എഴുന്നേൽക്കുമ്പോൾ മറ്റേയാള് എഴുന്നേറ്റിട്ടുണ്ടോ, കുളിച്ചിട്ടുണ്ടോ, അയാള് പുറപ്പെട്ടോ ഒന്നും നോക്കാൻ പോലും സമയമുണ്ടാവില്ല. രാത്രി കണ്ടപ്പോ നല്ല പരിചയപ്പെട്ടു, നന്നായി സംസാരിച്ചു, വളരെ നല്ല സന്തോഷമായി പഴകി. പക്ഷെ രാവിലെ യാത്ര പറയാതെ സ്ഥലം വിടും. അവനവന്റെ കാര്യം നോക്കി അവനവന്റെ ലക്ഷ്യത്തിലേക്ക് പോകും ഓരോരുത്തരും, ഇല്ലേ? നമ്മളിപ്പോ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഡൽഹിക്ക് പോകണം, 2 ദിവസത്തെ യാത്രയാണ്. 48 മണിക്കൂറോളം വേണം ഡൽഹിക്ക് പാലക്കാട്ട് നിന്ന്. കേരള എക്സ്പ്രസ്സിൽ നമ്മൾ കയറി. അപ്പോൾ അതിൽ നമ്മുടെ സഹയാത്രികരായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരുണ്ടാവും, കൊല്ലത്തുനിന്നും എറണാകുളത്തുനിന്നും കോട്ടയത്തുനിന്നും തൃശ്ശൂരിൽ നിന്നും ഷൊർണൂരിൽ നിന്നും ഒക്കെ കയറിയവരൊക്കെ ഉണ്ടാവും. അത് ഹിന്ദിക്കാരുണ്ടാവും, തമിഴന്മാരുണ്ടാവും, വടക്കേ ഇന്ത്യയിലെ പല ഭാഷകളിലുള്ള ആളുകളുണ്ടാവും. പലരെയും നമ്മൾ കണ്ടുമുട്ടും, പലരെയും പരിചയപ്പെടും. നല്ല രീതിയിൽ ചിലപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങോട്ടും പങ്കുവയ്ക്കും. അങ്ങോട്ടും നല്ല രീതിയിൽ ചിലപ്പോൾ സഹകരിച്ചു എന്ന് വരും. ആദ്യം കുറച്ചു നേരമൊക്കെ അപരിചിതത്വം കൊണ്ട് സഹകരിക്കാതിരിക്കും. നമ്മുടെ സീറ്റിൽ അവരിരുന്ന ദേഷ്യപ്പെടും. നമ്മൾ കാലൊക്കെ ഒന്ന് പരത്തിയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കിടക്കും അവരിരിക്കാതിരിക്കാൻ. അങ്ങനെ പലതുമൊക്കെ ആദ്യമൊക്കെ ചെയ്തിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ പഴകി വന്നപ്പോൾ 48 മണിക്കൂർ കൊണ്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു. ഇറങ്ങിപ്പോകാൻ നേരത്ത് മനസ്സ് നല്ലോണം വിരഹ ദുഃഖം ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക, രണ്ടുപേർക്കും 2 വഴിക്ക് പോണ്ടവരാണ്. അപ്പോൾ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു, വീട്ടിൽ ചെന്ന് വിളിക്കാം എന്നും ബന്ധപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമായിട്ട് പിരിയുന്നു. ചെന്ന് വീടെത്തിക്കഴിഞ്ഞാൽ തന്നെ ഉടനെ മെസ്സേജ് അയക്കുകയായി, അല്ലെങ്കിൽ ഫോൺ വിളിക്കുകയായി, എത്തിയിട്ടോ, സന്തോഷമായി, നിങ്ങളെ പരിചയപ്പെട്ടത് എന്നൊക്കെ പറയും. പിന്നെ ഒരാഴ്ച ദിവസവും വിളിക്കും. അത് കഴിഞ്ഞാൽ പിന്നത്തെ പതുക്കെ പതുക്കെ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ലിസ്റ്റിൽ തന്നെ അവർ ഏറ്റവും താഴേക്ക് പോകും. കാരണം അവരുമായിട്ട് നമുക്ക് യാതൊരു മറ്റൊരു ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ല. അവർ നമ്മുടെ സ്മരണയിൽ നിന്ന് തന്നെ പോകും. കുറെ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ കണ്ടുമുട്ടിയതേ നമുക്ക് ഓർമ്മയില്ല. അവരെ പിന്നെ എവിടെയെങ്കിലും വെച്ച് എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്നേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ജന്മങ്ങളും. ഇതുപോലെ ഓരോ യാത്രകൾ. പെരുവഴി അമ്പലത്തിൽ കണ്ടുമുട്ടുന്നവർ, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി, അവിടെ വിശ്രമിച്ച് വിയോഗം വരും പോലെ, പിരിഞ്ഞു പോകുന്നത് പോലെ, നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും, നദിയിൽ ഒഴുകുന്നതായിട്ടുള്ള ഉണക്ക വിറകുകൾ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങൾ, അതിന് സ്വാതന്ത്ര്യമില്ല. കാലമാകുന്ന നദിയിൽ ഒഴുകുന്ന കാഷ്ടങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഏത് കരയിൽ അടിയണം എന്ന് നദി തീരുമാനിക്കും. ഏതുവരെ സമുദ്രം വരെ ഒഴുകിപ്പോണോ, അതോ വഴിയിൽ എവിടെയെങ്കിലും കരയ്ക്ക് അടിയണോ, എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കണോ, ഇത് നദിയാണ് തീരുമാനിക്കുക, ആ പ്രവാഹമാണ് തീരുമാനിക്കുക. നമുക്കറിയില്ല, നമ്മുടെ കയ്യിലല്ല. നമ്മള് വെറും വിറകാണ്, ജഡമായിട്ടുള്ള വിറക് കഷ്ണം. അതുപോലെയാണ് കാലമാകുന്ന, വിധിയാകുന്ന ആ നദിയിൽ ഒഴുകുന്ന വിറക് കഷ്ണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. എവിടെ ചെന്ന് ചേരും
നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റുമോ? വഴിയിൽ കണ്ടതായിട്ടുള്ള വിറക് കൊള്ളികളെയൊക്കെ നമ്മൾ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ തീരാ പ്രവാഹം അടിച്ചു തെറിപ്പിച്ച് ചിലതിനെ ചില വഴിക്ക് കൊണ്ടുപോകും, ചിലതിനെ എവിടെയെങ്കിലും തങ്ങി നിർത്തിക്കും. ഇങ്ങനെയൊക്കെ കാണാം നമ്മൾ. അപ്പൊ ഇതേ ഉള്ളൂ. അതാണ് കാത്തേ കാന്ത, ചിന്തിക്കുക. നിങ്ങൾ ഭാര്യയെ എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്? 28-ാം വയസ്സിലോ 30-ാം വയസ്സിലോ കണ്ടുമുട്ടി. അത് കഴിഞ്ഞ് പരസ്പരം ഒരേ മനസ്സാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ സഹകരിച്ച് കുറെ കാലം ജീവിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആർക്ക് വേണമെങ്കിൽ എന്ത് ആപത്ത് വേണമെങ്കിലും സംഭവിക്കാം. ആയുസ് എപ്പോൾ വേണമെങ്കിൽ പോകാം. നമ്മളിപ്പോൾ ദിവസവും എന്ന് പറഞ്ഞ മാതിരി പത്രങ്ങളിലൊക്കെ കാണുന്നു അല്ലേ? ആ കുവൈത്തിൽ നിന്നോ ദുബായിൽ നിന്നോ എവിടുന്നോ ഒരു ചെറുപ്പക്കാരൻ നിതിന്നോ പേര്, ഗർഭിണിയായ ഭാര്യയെ നേരത്തെ കയറ്റി വിട്ടു. അയാൾ പുറകെ വരാനിരുന്നാണ്. പക്ഷെ അയാളുടെ ടിക്കറ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അയാൾ പുറകെ വരാമെന്ന് പറഞ്ഞു. അയാൾക്ക് വരാൻ പറ്റിയില്ല. അവിടുന്ന് തന്നെ അയാളുടെ മരണം സംഭവിച്ചു. മൃതദേഹമാണ് കൊണ്ടുവന്നത്. അത് തൊടാനോ കാണാനോ പോലും ഈ ഭാര്യയ്ക്കോ കുട്ടിക്കോ നിവൃത്തിയില്ല. കുട്ടി ഇവിടെ വന്ന് പ്രസവിച്ചു. ആ പ്രസവിച്ച സ്ത്രീക്ക് പ്രസവിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഇയാൾ മരിക്കുന്നത്. അതുപോലെ എത്ര 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 കേസുകൾ എന്നാലേ മറ്റേ കണ്ടു. 1500 കോടിയുടെ സ്വത്തുള്ള ആസ്തിയുള്ളതായിട്ട് ഒരാൾ മരിച്ച്, കോവിഡ് ബാധിച്ച് മരിച്ച്, അയാളുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്ന രീതി, ആ PPE ഡ്രസ് ഇട്ടതായിട്ടുള്ള 3-4 പേര് മെഡിക്കൽ ആ ആംബുലൻസിൽ കൊണ്ടുവന്ന് ക്രിമറ്റോറിയം, ഇലക്ട്രിക് ക്രിമറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്ന് അവർ കൈകൊണ്ട് തൊടാൻ പോലും അവർക്ക് വയ്യ. ദൂരെ നിന്ന് കമ്പുകളെ കൊണ്ടൊക്കെ തട്ടിയിട്ട് ഒരു വല്ല എന്താ പറയുക പട്ടിയുടെയോ പൂച്ചയുടെയോ പക്ഷിയുടെയോ ശരീരം ദഹിപ്പിക്കുന്നത് പോലെ ദൂരേക്ക് തള്ളിയിട്ടിട്ട്, അപ്പൊ ദൂരെ നിന്ന് ബന്ധുക്കളൊക്കെ വാവിട്ട് നിലവിളിച്ച് കരയുന്നുണ്ട്. കാരണം അവർക്കൊന്ന് അടുത്ത് പോകാനോ ഒന്ന് ശരിക്കൊന്ന് കയ്യോ കാലോ പിടിച്ചു വെക്കാനോ പോലും സാധിക്കുന്നില്ല. കരഞ്ഞ് നിലവിളിക്കുകയാണ്. 1500 കോടിയുടെ ആസ്തിയുള്ള ആളാണ് മരിച്ചത്. ആ മൃതശരീരം കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടാൽ നമുക്ക് നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. നമുക്കും ഇങ്ങനൊരു അവസ്ഥ വരാം. ചിന്തിക്കുക. അപ്പോൾ ഈ ഭാര്യ എന്ന് പറഞ്ഞത് എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാവും? നമ്മൾ എന്തെങ്കിലും പ്രതികൂലമായി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിച്ച് പോകും. ഡൈവോഴ്സ് ഇപ്പോൾ എളുപ്പമുള്ള കാര്യമാണ്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. സഹിച്ചുകൊണ്ട് കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. സ്വാതന്ത്ര്യം കൂടിപ്പോയതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ മതി ഊതി വീർപ്പിച്ച് ബലൂൺ പൊട്ടിച്ച് കുടുംബം തകർത്ത് കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉപേക്ഷിച്ച് പോകാൻ ഒരു മടിയുമില്ലാത്ത കാലം. അപ്പോൾ എത്ര മാത്രം ആ ബന്ധങ്ങൾ തമ്മിലുള്ള ഐക്യം, ദൃഢത ഉണ്ട്. ഒന്നിച്ചു കഴിയാൻ ഗ്യാരണ്ടി ഒന്നുമില്ല എന്ന് പറയാം. എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ആര് വേണമെങ്കിൽ ആദ്യം പോകാം. ഭർത്താവ് ആദ്യം പോകാം, ഭാര്യ ആദ്യം പോകാം, മക്കൾ ആദ്യം പോകാം. അതിൽ യാതൊരു നിയമവും ഇല്ല. മുമ്പേ വന്നവരെ ആദ്യം പോകുക എന്നുള്ള ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് എന്നുള്ള നിയമം ഇവിടെ ബാധകമല്ല. എനിബഡി ക്യാൻ ഗോ അറ്റ് എനി ടൈം. അത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല. നമുക്കറിയില്ല അത്. അപ്പൊ അത് ചിന്തിച്ചാൽ ആ ബന്ധം നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ആഴത്തിലുള്ളതായിട്ടുള്ള പാശബന്ധമായി മാറരുത്. കയറില്ലാതെ കെട്ടിയിടരുത്. നമ്മൾ വന്നു, പരസ്പരം കണ്ടു, സ്നേഹിച്ചു, വിവാഹം കഴിച്ചു, ഒന്നിച്ച് കഴിയണു. നമ്മൾക്ക് നമ്മുടെ രണ്ടുപേരുടെയും ധർമ്മം പ്രവർത്തിക്കാം, സ്നേഹിക്കാം, ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കാം, നിരുപാധികം സ്നേഹിക്കാം. ഉപാധികളില്ലാതെ, കണ്ടീഷൻസ് ഇല്ലാതെ ശാസ്ത്രം പറയുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ സ്നേഹിച്ചും സഹകരിച്ചും ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാം. അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിൽ ഞാൻ പോകാം, എപ്പോൾ വേണമെങ്കിൽ നീ പോകാം, നമ്മുടെ മക്കൾ പോകാം എന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. എങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് സന്തോഷമായി പരസ്പരം എന്ത് തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് സഹകരിച്ച് ഉള്ളത് പങ്കിട്ട് നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരന് പൊതുവായി ജീവിക്കാം എന്ന് പഠിപ്പിക്കണം. അതാണ് പഠിക്കേണ്ടത്. അല്ലാതെ
സ്നേഹപാശം കൊണ്ട് കണ്ണു കാണാത്തവരായി, ആസക്തരായി, വലിയ ദേഹാഭിമാനികളായി, മൂഢരായി കഴിയുകയല്ല വേണ്ടത്. എന്നിട്ട് ആരെങ്കിലും ഒരാള് പിരിഞ്ഞു പോയാൽ എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുകയോ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളാവുകയോ ഡിപ്രഷന് അടിമയാവുകയോ അല്ല വേണ്ടത്. ഇതെല്ലാം ലോക സ്വഭാവമാണെന്നുള്ള അറിവോടുകൂടെ ജീവിച്ചാൽ എന്ത് സംഭവിച്ചാലും അതിനെ നമുക്ക് നേരിടാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ കാര്യമായിട്ടത് നമ്മളെ ബാധിക്കില്ല, ആഴത്തിൽ നമ്മളെ മുറിവേൽപ്പിക്കില്ല. മറ്റത് ആശാപാശങ്ങൾ എത്ര ഡീപ്പാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളിൽ ഉണ്ടാക്കുന്ന മുറിവ്. ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത മുറിവായി മാറും. അങ്ങനെ താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള മുറിവ് ഉണ്ടാകാൻ പാടുള്ളതല്ല. കാരണം നമ്മൾ ഓരോരുത്തരും വന്നത് നമ്മുടെ പ്രാരബ്ധങ്ങളുമായിട്ടാണ്, അവനവന്റെ പ്രാരബ്ധങ്ങളുമായിട്ടാണ്. ആ പ്രാരബ്ധത്തിൽ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ അതൊക്കെ അനുഭവിച്ചേ തീരും. അത് അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈശ്വരനോട് പറയുക, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാനുള്ളത്, ഒന്നും മാറ്റണ്ട ഭഗവാനെ, അങ്ങയുടെ ഇച്ഛ പോലെ നടക്കട്ടെ. മുകുന്ദമാല എന്നുള്ളൊരു സ്തോത്രത്തില് കുലശേഖര ആഴ്വാർ പ്രാർത്ഥിക്കുന്നുണ്ട്. നാസ്താധർമ്മേ നവസുനിചയേ നൈവ കാമോ ഭോഗേ യദ്യദ്ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മ ജന്മാന്തരേപി ത്വത്പാദാംബോരുഹയുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. യദ്യദ്ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം. യത് ഭവ്യം, എനിക്ക് ഭവിക്കാനുള്ളതൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ ഭവിച്ചുകൊള്ളട്ടെ. പൂർവകർമാനുരൂപം ഭവതു, എന്റെ മുൻ ജന്മകർമ്മങ്ങൾക്കനുസരിച്ച് എന്താണോ എനിക്ക് അർഹതയുള്ളത് അത് അതുപ്രകാരം തന്നെ നടന്നോട്ടെ ഭഗവാനെ. അതൊന്നും മാറ്റാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നില്ല. എനിക്ക് ആകെ അങ്ങയോട് ആവശ്യപ്പെടാനുള്ളത് ജന്മ ജന്മാന്തരേബി ത്വത്പാദാംബോരുഹ യുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. കാരണം അങ്ങ് മാത്രമാണ് സത്യം, അങ്ങ് മാത്രമാണ് നിത്യം, അങ്ങ് മാത്രമാണ് ശാശ്വതം, അങ്ങാണ് അഭയം. ആ അങ്ങയിലുള്ളതായിട്ടുള്ള ഭക്തി, അങ്ങയുടെ പാദങ്ങളിലുള്ളതായിട്ടുള്ള ഭക്തി അത് മാത്രം ഇളകാതിരിക്കണം. ത്വൽപാദാംബോരുഹ യുഗഗദാ നിശ്ചലാ ഭക്തിരസ്തു. ഇത് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ബാക്കിയൊന്നും മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല, ഒക്കെ അതിൻ്റെ പാട്ടിന് സംഭവിക്കട്ടെ. എന്തൊക്കെയാണോ എൻ്റെ പ്രാരബ്ധം അത് നടക്കട്ടെ. എൻ്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. അങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കുക, മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുക. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും സഹിക്കാനുള്ള ഇമ്മ്യൂണിറ്റി ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുക, തകരാതിരിക്കുക, നേരിടാനുള്ളതായിട്ടുള്ള ചങ്കുറപ്പ് സമ്പാദിക്കുക. അത് വിചാരം കൊണ്ട് സാധിക്കും. ഇപ്പൊ കാത്തേ കാന്ത, ആരാ നിന്റെ ഭാര്യ ചിന്തിക്കൂ. ഈ ശരീരമാണോ ഭാര്യ? ശരീരമാണ് ഭാര്യയെങ്കിൽ ഞാനും ചുറ്റുപാടുള്ളതും എല്ലാം ഒരേ ശരീരം തന്നെയാണ്. എല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചത്, എല്ലാം അന്നമയമായത്, എല്ലാവരും ഒരേ റേഷൻ കടയിൽ നിന്ന് തന്നെ അരി വാങ്ങിക്കുന്നത്. അപ്പൊ ശരീരങ്ങൾ തമ്മിൽ വാസ്തവത്തില് ഭേദമൊന്നുമില്ല. ഒക്കെ പഞ്ചഭൂതം, ഒക്കെ അരിയും ഗോതമ്പും പഞ്ചസാരയും ചായപ്പൊടിയും കൺസ്യൂം ചെയ്ത് ഉണ്ടായത് തന്നെ, ഒരേ വെള്ളം തന്നെയാണ്, ഒരേ വായു തന്നെയാണ് എല്ലാവരും ഭക്ഷിക്കുന്നത്. അപ്പൊ ശരീരങ്ങൾ തമ്മിൽ ആസക്തിയുടെ ആവശ്യമില്ല. എൻ്റെ ശരീരവും ഭാര്യ ശരീരവും നാട്ടുകാരുടെ ശരീരവും എല്ലാ ശരീരവും ഒരേ തത്വമാണ്. അപ്പൊ പിന്നെ എന്താണ് നമ്മുടെ ഭ്രമത്തിന് കാരണം? ഇവൾ എനിക്ക് സുഖം തരും എന്നുള്ളതാണ് ഭ്രമകാരണം. ഇവൾ എനിക്ക് സുഖം തരും, ഇവൾ എൻ്റെ കൂടെ ശാശ്വതമായിട്ടുണ്ടാവും. തിരിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനോടും അതാണ് തെറ്റിദ്ധാരണ. തരുന്ന സുഖമൊക്കെ തരട്ടെ, ആവുന്നത് തരട്ടെ, പക്ഷെ പെർമനന്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടീഡ് അല്ല. കിട്ടുന്നത് ഭാഗ്യം, നമ്മുടെ കർമ്മഫലം.
നമ്മുടെ പ്രാരബ്ധം അതിനനുസരിച്ച് എന്താണോ നമുക്ക് ഡിസർവിങ് ആയിരിക്കുന്നത്, വിധിച്ചത്, അത് കിട്ടും. അതെവിടെയും പോയില്ല. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജന്മാന്തരങ്ങളിലും ഈ ജന്മത്തിലും ചെയ്ത സുകൃതത്തിനനുസരിച്ച് അനുകൂലയായ, നമ്മളെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന, നമ്മുടെ ഇച്ഛാനിച്ഛകൾ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യയും അതുപോലെയുള്ള മക്കളും ഒക്കെ ഉണ്ടാവും. തിരിച്ചും ഭർത്താവും മക്കളും. അപ്പൊ അത് ഈശ്വര നിശ്ചയത്തിന് വിട്ടുകൊടുക്കുക, വിധിക്ക് വിട്ടുകൊടുക്കുക. അല്ലാതെ പ്രതീക്ഷിച്ചാൽ നിരാശ ഉറപ്പാണ്. പ്രതീക്ഷ വേണ്ട. ധർമ്മം ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ സൽക്കർമ്മങ്ങൾ, ധർമ്മം തീർച്ചയായിട്ടും നമ്മുടെ പുണ്യമായിട്ട് അത് അക്യുമുലേറ്റ് ചെയ്യും. ആ പുണ്യം എന്താവും? നമുക്ക് അനുകൂലമായിട്ടുള്ള പരിതസ്ഥിതികളെ നൽകും. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഇഹലോക സൗഖ്യവും അതുപോലെ ആത്മീയമായിട്ടുള്ള വികാസവും ആന്തരികമായിട്ടുള്ള വികാസവും നമുക്ക് നൽകും. അതിന് സത്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ചിന്തിക്കുക. കാത്തേ കാന്ത കസ്തേ പുത്ര. പുത്രനിലും ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പുത്ര കഹ തേ പുത്ര കഹ. നിന്റെ പുത്രൻ ആരാണ്? അയാളും ഒരു സ്വതന്ത്ര ജീവനാണ്. നിന്റെ ശരീരത്തെ അവലംബിച്ച് നിന്നിലൂടെ ബീജമായി വന്നു, നിന്റെ ഭാര്യയിലൂടെ വിളവെടുത്തു. ഭാര്യ ക്ഷേത്രമാണ്. ക്ഷേത്രം എന്നാൽ വയലാണ്. നീ വിത്തിന്റെ ഉടമസ്ഥൻ, അത്ര മാത്രമേ ഉള്ളൂ. ആ വിത്ത് മുളയ്ക്കണോ, ക്ഷേത്രം അത് വളർത്തണോ എന്നൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ പാടത്ത് വിത്ത് വിതച്ചു, അത് കൊയ്യുന്നത് വരെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഇത്ര കൊയ്യും, അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. അത് മഴയുണ്ടാവാം, മഴ കൂടുതലാവാം, വെള്ളപ്പൊക്കം വരാം, നമ്മൾ വിതച്ചതൊക്കെ പോകാം, ചിലപ്പോൾ മുളയ്ക്കാതിരിക്കാം. ഇനി അത് മുളച്ചു വന്നാലും മറ്റു പല കാരണങ്ങളെ കൊണ്ട് നശിച്ചു പോകാം. നമ്മൾ കൊയ്യാൻ പോകുന്നതിന്റെ തലേ ദിവസമായിരിക്കാം ചിലപ്പോൾ ഒരു പെരുമഴ വരുന്നത്, അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ തിന്നുപോകാം, പശുക്കളോ വന്നിട്ട് തിന്നിട്ട് പോകാം, കിളികൾ, വെട്ടുകിളികൾ മുതലായത് വന്ന് തിന്നിട്ട് പോകാം, ചാഴികൾ വന്ന് ഭക്ഷിക്കാം, എന്ത് വേണമെങ്കിൽ നഷ്ടം സംഭവിക്കാം. അപ്പോൾ വിത്ത് വിതയ്ക്കാൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിനെ ശുശ്രൂഷിക്കാനും ലാളിക്കാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ ഫലം അത് ഇത്ര കിട്ടണം എന്ന് ഗ്യാരണ്ടി നമുക്ക് നിർബന്ധം പറയാൻ പ്രകൃതിയോടോ ഈശ്വരനോടോ പറയാൻ നിവൃത്തിയില്ല. നമ്മുടെ യോഗം പോലെ കിട്ടും. നമുക്ക് എത്ര അർഹതയുണ്ടോ അതിനനുസരിച്ച് കിട്ടും. ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. അതുപോലെയുള്ള മക്കളും. നമ്മൾ വിത്ത് വിതച്ചു, അത് ഭാര്യയാകുന്ന ക്ഷേത്രത്തിൽ വളർന്നു, പുറത്തു വന്നു, അതും അവന്റെ പ്രാരബ്ധം കൊണ്ട് എന്തൊക്കെ അവന് കിട്ടിയോ അതുകൊണ്ട് വളർന്നു. അത് കഴിയുമ്പോൾ അവന്റെ ജീവിത ലക്ഷ്യം അവന്റെ വാസനയ്ക്കനുസരിച്ച് അവൻ നിർണയിക്കും അവൻ എവിടേക്ക് പോകണം എന്നുള്ളത്. നല്ലോണം എല്ലാം എന്താ പറയുക, കടം മേടിച്ചും ഉള്ളതൊക്കെ വിറ്റുപെറുക്കിയും മക്കളെ വളർത്തി വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത്, വിദ്യാഭ്യാസം കഴിഞ്ഞ മക്കള് ജോലി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ വന്ന വഴിയൊക്കെ മറന്ന് ഈ കഷ്ടപ്പെട്ട അച്ഛനമ്മമാരെ വയറ് മുറുക്കിയെടുത്ത് തങ്ങളെ വളർത്തി കടം മേടിച്ച് ലോൺ എടുത്ത് ബാങ്കിൽ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ മകന്റെ വരുമാനം കിട്ടിയിട്ട് വേണം ലോൺ ഒന്ന് പൂർത്തീകരിക്കാൻ എന്ന് കരുതിയിരിക്കുന്ന അച്ഛനമ്മമാരെ മറന്ന് ഈ മകൻ ജോലി കിട്ടിക്കഴിയുമ്പോൾ അഹങ്കാരിയായി, സ്വാർത്ഥനായി, സ്വതന്ത്രനായി എവിടെയെങ്കിലും കണ്ട ഒരു പെൺകുട്ടിയും കല്യാണം കഴിച്ച് അവളുടെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും നാട് വിട്ടു പോകും. കല്യാണം കഴിച്ചോട്ടെ, എന്തിനാ നാട് വിട്ടു പോകുന്ന? ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്ന് അവരെ ശുശ്രൂഷിച്ചോട്ടെ, ശുശ്രൂഷിച്ച് അവരുടെ കടങ്ങൾ വീട്ടിൽ കൊടുത്തൂടെ? അവരിത്രയും കാലം ചെയ്ത ത്യാഗത്തിന് എന്തെങ്കിലും സഹായിച്ചൂടെ? അതുപോലും ചെയ്യാതെ ദേശാന്തരം ഗമിച്ച് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാതെ, അല്ലെങ്കിൽ ഫോൺ നമ്പറെ മാറ്റി അഡ്രസ് ഇല്ലാതായിട്ടുള്ള എത്രയോ കഥകൾ എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് കൂടി അങ്ങനൊരു കഥ നമ്മളടുത്ത് വന്നു. അപ്പൊ ഇതാണ്, ഓരോരുത്തരും പറക്കമുറ്റാറായാൽ അവർ സ്വതന്ത്രരാവും, അവർ സ്വയം പറന്നു പോകും. അപ്പൊ നമ്മുടെ ചിറകിന്റെ അടിയിൽ തന്നെ അവര് എന്നും ഇരിക്കും എന്നില്ല. അതുപോലെ ആയുസിന്റെ കാര്യവും നമ്മുടെ വയസ്സുകാലത്ത് നമ്മളെ രക്ഷിക്കാനുള്ളവരാണ് മക്കളെന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും അവർക്ക് വല്ല ആക്സിഡന്റ് പറ്റുന്നതോ
അകാല മൃത്യു അവർക്ക് ഏതെങ്കിലും രീതിയിൽ സംഭവിക്കുന്നതും. അങ്ങനെയുള്ള വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാര് പുത്രദുഃഖം അനുഭവിച്ചുകൊണ്ട് കഴിയുന്നവർ എത്രയോ പേരുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മുടെ കസ്റ്റഡിയിലല്ല, നമ്മുടെ നിയന്ത്രണത്തിലല്ല. ചിന്തിക്കുക. കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര. അയം സംസാര അതീവ വിചിത്ര. ഈ സംസാരം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്, വിചിത്രമാണ്, ഒരു എത്തും പിടിയും കിട്ടാത്തതാണ്. അതിനെ ഇന്ന രീതിയിലെന്ന് നമുക്ക് നിർണയിക്കാൻ പറ്റില്ലാത്തതാണ്. അതിന്റെ അനിശ്ചിതത്വം എന്ന രീതിയെ നമുക്ക് നിശ്ചയിക്കാം. ഇത് നിശ്ചയമില്ലാത്തതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഒരു സമുദ്രത്തില് തിരകൾ വരുന്നത് നമ്മുടെ നിയന്ത്രണത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ ഏത് തിരയാണ് ഇതാ വരാൻ പോകുന്നതെന്ന്? ചിലപ്പോൾ ചെറിയ തിര വരും, ചിലപ്പോൾ വലിയ തിര വരും, ചിലപ്പോൾ സുനാമി തിര വരും, ചിലപ്പോൾ ശാന്തമായിരിക്കും സമുദ്രം. വിചിത്രമാണ് സമുദ്രം. ആ സമുദ്രം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും വിചിത്രമാണ്. എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഇപ്പൊ ഈ കോവിഡ്, ഈ കൊറോണ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണോ? ഈ ലോക്ക്ഡൗൺ, ഇത്രകാലം നമ്മളെല്ലാം ബന്ധനസ്ഥരായി വീടിനകത്തേക്ക് കഴിയേണ്ടി വരും എന്നാരെങ്കിലും വിചാരിച്ചതാണോ? ഈ രാജ്യത്തിന്, ലോകത്തിന് തന്നെ സാമ്പത്തികമായിട്ടുള്ള എത്ര വലിയൊരു തകർച്ച ഇതുമൂലം ഉണ്ടായി ചിന്തിച്ചിട്ടുള്ളതാണോ? ഇനിയിപ്പോ ചൈന ഇന്ത്യ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാം പ്രാർത്ഥിക്കാം ഒഴിഞ്ഞു പോകാനായിട്ട്, ആ സംഘർഷം കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ. കാരണം അങ്ങനെ സംഘർഷം വളർന്നാൽ എന്തു സംഭവിച്ചാലും കുറെ ജീവനാശം ഉണ്ടാവാം. നമ്മുടെയൊക്കെ സഹോദര തുല്യന്മാരായിട്ടുള്ള, നമുക്ക് വേണ്ടി രക്ഷ ചെയ്യുന്ന, രാജ്യരക്ഷയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് നിൽക്കുന്നതായിട്ടുള്ള പാവം പട്ടാളക്കാർ, അവരുടെ പ്രാണൻ പോകാം. ഇനി ആ യുദ്ധം മൂത്തു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. അണുവായുധങ്ങൾ പ്രയോഗിച്ചാൽ പരസ്പരം എത്ര വലിയ നാശങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഈ ലോകത്തിലുള്ള ജീവജാലങ്ങൾ മുഴുവൻ ഉന്മൂലനം ചെയ്യപ്പെടാം. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഏതെങ്കിലും പ്രാന്തന്മാർക്ക് അങ്ങനെ തോന്നിയാൽ എന്താ ചെയ്യാം? പ്രാന്താണിതെല്ലാം. വിട്ടുവീഴ്ച ചെയ്യാൻ മനസ്സില്ലാതെ എപ്പോഴും മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം, മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതായിട്ടുള്ള ചിന്ത, അതാണ് യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമുക്കെല്ലാം പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അയം സംസാര അതീവ വിചിത്ര. നിർണയിക്കാൻ പറ്റുന്നതല്ല ഈ സംസാരത്തിന്റെ സ്വഭാവം. അതിന്റെ വൈചിത്ര്യത്തെ നമുക്ക് അംഗീകരിക്കുക, അതിന്റെ അനിശ്ചിതത്വത്തെ നമുക്ക് അംഗീകരിക്കുക. ചേഞ്ച് ഈസ് ദ ചേഞ്ച്ലെസ് ലോ എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. മാറ്റം മാത്രമാണ് ഇവിടെ മാറ്റമില്ലാത്ത നിയമം എന്ന് അംഗീകരിക്കുക. കസ്യത്വം, നീ ആരുടേതാണ്? നമ്മള് പറയുന്ന ബന്ധങ്ങൾ തന്നെയുള്ളൂ, റിലേറ്റീവ്സ് ആണ് നമ്മള്. നീ ആരുടേതാണെന്നാ ചോദ്യം. ഞാൻ ഇന്നാളുടെ മകനാണ് എന്ന് നമ്മൾ പറയുമ്പോ അച്ഛൻ പറയണ നീ എന്റെ മകനൊന്നും അല്ല എന്ന് നിഷേധിച്ചാലോ? പലപ്പോഴും അങ്ങനെ പറയാലോ, നീ എന്റെ മകനും അല്ല, ഞാൻ നിന്റെ അച്ഛനും അല്ല എന്ന് പറഞ്ഞ് അച്ഛൻ മകനെ ഉപേക്ഷിക്കാം. എത്രയോ അച്ഛന്മാര് മക്കളെയും ഭാര്യയും ഉപേക്ഷിച്ച് പോകുന്നവരെ കാണാം നമുക്ക്. ഇപ്പൊ ധാരാളം സ്ത്രീകള് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചുകൊണ്ട് കാമുകന്മാരുടെ കൂടെ സ്വൈരസഞ്ചാരിണികളായി പോകുന്ന കഥകൾ വർദ്ധിച്ചു വരുന്നു. മറ്റത് പുരുഷന്മാര് മാത്രമാണ് പോയിരുന്നത്, ഉപേക്ഷിച്ച് പോയിരുന്നത്. ഇപ്പൊ സ്ത്രീകളാണ് വർദ്ധിച്ചു വരുന്നത്. ഇപ്പൊ സ്ത്രീകളാണ് അങ്ങനെ ഉപേക്ഷിക്കുന്നത് കൂടിക്കൂടി വരുന്നത്. നോക്കുക, നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കുക. അപ്പൊ അതുകൊണ്ട് അവര് നമ്മളെ ഓൺ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് ഞാൻ ഇന്ന ആളുടെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ ആരുടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ആളുടെ എന്ന് പറയാൻ ആകെയുള്ളത് ഫിസിക്കലായിട്ടുള്ള ജനിതക ബന്ധം മാത്രമേ ഉള്ളൂ. DNA ടെസ്റ്റ് ചെയ്താൽ ഇന്ന ആളുടെ മകനാണെന്ന് പറയാം, അത്രേ ഉള്ളൂ. അയാൾ ഓൺ ചെയ്യുന്നില്ല നമ്മളെ. കസ്യത്വം ചിന്തയ, കഹത്വം, നീ ആരാണ് വാസ്തവത്തില്? നീ ഇപ്പോ എന്തൊക്കെയോ ആണെന്ന് ധരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ നീ ആരാണ്? നീ ആരാണെന്ന് ചോദിച്ചാൽ നിന്റെ പേര് പറയും. അത് നിന്റെ പേരല്ലേ, അത് പിന്നിട്ടതല്ലേ. ജനിക്കുമ്പോ പേരുണ്ടായിരുന്നില്ലല്ലോ. പേര് വേണമെങ്കിൽ ആർക്കും മാറ്റാവുന്നതാണല്ലോ, ഏത് പേരും ഇടാലോ. പേരാണോ നീ? അല്ല. നീ ആരുടെ അച്ഛന്റെ പേര് പറയും, അമ്മയുടെ പേര് പറയും, അത് അച്ഛന്റെ പേരല്ലേ. നീ ആരാണ്? അങ്ങനെ പറയുമ്പോ നമ്മള് നമ്മുടെ ഓരോരോ ബന്ധങ്ങളാണ് പറയുക. ഇന്ന കുടുംബത്തിലെ ഇന്ന മുത്തശ്ശന്റെ പേരക്കുട്ടി,
ഇന്നാളുടെ മരുമകൻ, ഇങ്ങനെ പറയാനേ ഉള്ളൂ നമുക്ക്. ഇതൊന്നും വാസ്തവത്തില് ഒക്കെ റിലേറ്റീവ് ആണ്, ഒന്നും ആബ്സല്യൂട്ട് അല്ല, റിയാലിറ്റി അല്ല, ഒക്കെ ഭ്രമം മാത്രമാണ്. ഇതൊക്കെ നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഏത് വേണമെങ്കിൽ മാറ്റാം. ഇപ്പൊ നമ്മള് ആശുപത്രിയിൽ വെച്ച് പ്രസവിക്കപ്പെട്ടപ്പോ, ഒരു വലിയ ആശുപത്രിയായിരുന്നു, അവിടുത്തെ ഗൈനക്കോളജി വാർഡില് 10 സ്ത്രീകളെ ഒരേ സമയം പ്രസവിച്ചു എന്ന് വിചാരിക്കുക. ലേബർ റൂമില് ആ കുട്ടിയെ കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ മാറ്റി കിടത്തിയാൽ എന്താപ്പ ചെയ്യാം? അറിയോ? ചിലപ്പോൾ മരണം വരെ അറിയാതെ പോകാം. എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അങ്ങനെയുള്ള കഥകൾ ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട്. സിനിമകളിലും സീരിയലുകളിലും ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ത്വം കഹ, നീ ആരെന്ന് ശരിക്കും ചിന്തിക്കൂ. നീ നിന്നെ അറിയാൻ ശ്രമിക്കൂ. കുത ആയാതഹ, എവിടുന്നാണ് വന്നത് നീ? നിന്റെ യഥാർത്ഥ സോഴ്സിനെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. നീ എവിടുന്ന് വന്നു? നിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? നിന്റെ പരമകാരണം എന്താണ്? നീ അന്വേഷിക്കുക. തത്വം ചിന്തയ തദിഹ ഭ്രാതഃ. ഹേ ഭ്രാതഃ, തത്വം ത്വം ചിന്തയ. ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, സത്യത്തെക്കുറിച്ച് നീ അന്വേഷിക്കുക, വിവേകം ചെയ്യ, വിചാരം ചെയ്യ. ഇങ്ങനെ അവിചാരിതമായി ജീവിക്കാതിരിക്കുക, അവിവേകപൂർവം ജീവിക്കാതിരിക്കുക, മൂഢനായി ജീവിക്കാതിരിക്കുക. മൂഢമതേ ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. അങ്ങനെ ഓരോ ശ്ലോകം എടുത്താലും എത്ര വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. വിഷയം ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ ഇവിടെ. അടുത്ത ശ്ലോകം നാളെ കാണാം. ഇന്ന് സമയം അതിക്രമിച്ചിരിക്കുന്നു. കാതേ കാന്താ കസ്തേ പുത്രഃ സംസാരോയമതീവ വിചിത്രഃ കസ്യ ത്വം കഃ കുത ആയാതഃ തത്വം ചിന്തയ തദിഹ ഭ്രാതഃ. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ഹരി ഓം. നാളെ 8:30 അന്നപൂർണ സ്തുതി തുടരും. 10:30 ഭജ ഗോവിന്ദം തുടരും.